ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു സൂപ്പർ സൂറോ യൂട്യൂബ് ചാനൽ. ഇന്നൊരു കുട്ടി ഡേ ഇൻ മൈ ലൈഫ് കൈൻഡ് ഓഫ് വ്ളോഗാണ് കേട്ടോ കാണാൻ പോകുന്നത്. സോ ഒരു 8:30 ആയപ്പോഴത്തേക്കും തന്നെ ഞാനും ഇക്കായും കൂടിയിട്ട് റെഡിയായി ഇറങ്ങിയിട്ടുണ്ട്. എയർപോർട്ടിലേക്ക് പോവാണ് ഞങ്ങൾ. ഇന്ന് ഞങ്ങളുടെ ബ്രദർ നാട്ടിൽ വരികയാണ്. സോ ആളെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ എയർപോർട്ടിലോട്ട് പോവാണ്. അങ്ങനെ ഞങ്ങൾ പകുതി എത്തിയപ്പോഴത്തേക്ക് മെസ്സേജ് വന്നു, ഫ്ലൈറ്റ് ഡിലേ ആണ്, പതിയെ വന്നാൽ മതിയെന്ന്. സോ ഞങ്ങൾ വഴിയിലിറങ്ങി ഒരു ചായയൊക്കെ കുടിച്ച് സെറ്റായിട്ട് നേരെ തിരിച്ച് വീട്ടിലേക്ക് തന്നെ പോവാണ്. എന്തായാലും ഇത് എലക്ഷൻ ഡേയുടെ അന്നാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ വിചാരിച്ച് എന്തായാലും ട്രിവാൻഡ്രം വരെ പോവല്ലേ, എനിക്ക് ഓട്ടം കൂടി ചെയ്യാമല്ലോ എന്ന് കരുതിയിട്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് ഓട്ടോ ഐഡിയും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തിയപ്പോഴത്തേക്കും ഫാദു എണീറ്റിട്ടുണ്ടായിരുന്നു. സോ ഞങ്ങൾ ഫാദുവിനെയും കൂടിയൊക്കെ കുളിപ്പിച്ച് കുട്ടപ്പനാക്കി ഞങ്ങൾ ഫാദുവിനെയും എടുത്തിട്ട് തിരിച്ച് നേരെ പോവാണ്. തിരിച്ച് ആദ്യം നമ്മൾ എൻ്റെ വീട്ടിൽ പോവാണ്. എൻ്റെ വീട്ടിൽ പോയി അവിടെ നിന്ന് നമ്മൾ മറ്റേ ഓട്ടോ ലിസ്റ്റിൻ്റെ ആ സാധനം എടുത്തിട്ട് വേണം ഞങ്ങൾക്ക് ഓട്ടോ ചെയ്യാൻ വേണ്ടിയിട്ട് പോകാനായിട്ട്. പോകുന്ന വഴിക്ക് നമുക്ക് ഇസാനെ കിട്ടി. ഇസാ മദ്രസ കഴിഞ്ഞ് വരുന്ന വഴിയായിരുന്നു. അങ്ങനെ ഇസാനെയും പിക്ക് ചെയ്തിട്ട് നേരെ വീട്ടിൽ ചെന്നിട്ട് മറ്റേ ആ ഓട്ടോ എലക്ഷൻ്റെ ആ ഒരു സംഭവമില്ല അതും എടുത്തിട്ട് നേരെ ഓട്ടോ ഇടാൻ പോയപ്പോഴത്തേക്കും രാവിലെ പോയ തിരക്ക് കാണത്തില്ല എന്ന് പറഞ്ഞിട്ട് പോയതാണ്. വളരെ പ്രതീക്ഷയോട് കൂടി പോയതാണ്. അപ്പോഴത്തേക്കും അവിടെ നല്ല തിരക്കായിരുന്നു. ഒരു 15-20 മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ട് നമ്മൾ ഓട്ടൊക്കെ ചെയ്തിട്ട് നേരെ പോകുന്ന വഴിക്ക് ഫാദുവിന് വിശക്കുന്നെന്ന് പറഞ്ഞ് അവന് കട്ട്ലറ്റ് വാങ്ങി ഞാനും അവനും കൂടി കഴിച്ചു. എന്നിട്ട് നമ്മൾ നേരെ എയർപോർട്ടിലോട്ട് പോയി. ഫാദുവിന് ഉൾപ്പെടെ ആർക്കും അറിയുന്നുണ്ടായിരുന്നില്ല അണ്ണൻ വരുന്ന കാര്യം. സോ ഞങ്ങൾ എല്ലാവർക്കും സർപ്രൈസ് കൊടുക്കാമെന്നുള്ള വിശ്വാസത്തിൽ പോയി. ആദ്യം നമ്മൾ ഉമ്മായെ കണ്ടു, പിന്നെ ചേട്ടത്തി, അണ്ണൻ, ഫാദു അല്ല ദാമി, ഇവരെയൊക്കെ കണ്ടതിന് ശേഷം റിയൽ സർപ്രൈസ് വന്നിട്ട് അണ്ണൻ്റെ മാരേജാണ് മെയിൻ അയണത്തിന്. സോ ഞങ്ങൾ അവിടെ ആർക്കും അറിയുന്നുണ്ടായിരുന്നില്ല അണ്ണൻ വരുന്ന കാര്യം. അങ്ങനെ ഞങ്ങൾ വൈകുന്നേരമൊക്കെ ആയപ്പോഴത്തേക്കും അവളുടെ ബ്രൈഡ് ടു ബിയുടെ വീട്ടിലോട്ട് പോയി. അവർക്ക് സർപ്രൈസായ മാമിക്ക് ആദ്യം മനസ്സിലായില്ല. ഷഹനാസ് നോക്കുന്നേ ഉണ്ടായിരുന്നില്ല ആ ഒരു ഭാഗത്തോട്ട്, പിന്നീടാണ് കണ്ടത്. അങ്ങനെ ഞങ്ങൾ എല്ലാവർക്കും സർപ്രൈസൊക്കെ കൊടുത്തിട്ട് പിന്നെ കുറച്ച് ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എല്ലാ വ്ളോഗും കൂടിയിട്ട് ഞാൻ എടുത്തില്ല, കുറച്ച് ബിസി ആയിപ്പോയി. അവൾ ആകെ ഷോക്കായിപ്പോയി ഗൈസ്, ഞെട്ടിത്തിരിച്ചു പോയി. അവൾക്ക് ഒരു ക്ലൂ ഉണ്ടായിരുന്നില്ല അണ്ണൻ വരുന്ന കാര്യം. അങ്ങനെ അവർ കണ്ടുമുട്ടുകയാണ് സുഹൃത്തുക്കളെ ആദ്യമായിട്ട്. അത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വ്ളോഗ്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ.